അതുപോലെ തന്നെ സൂറത്ത് സ്വാദിലും പറയുന്നു വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാൻ ബിനുസുബിൻ വഅദാബ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പരയെ സംബന്ധിച്ച് അബൂഹു മൂസുൻ ഇബ്നു സുറാഹ് ഇബ്നു ഐസ് ഇബ്നു ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ ഐസിന്റെയും അവരുടെ മകനായ സുറാഹിന്റെയും അവരുടെ മകനായ മൗസിന്റെയും മകനാണ് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ കുടുംബപരമായി പിതാപരമായി പിതാവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. അവരുടെ ഉമ്മ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളായ അവരുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളുമാണ്. ഇനി അവരുടെ ഭാര്യ റഹ്മത്തുൻ ബിൻത് അബ്റാഹീം ഇബ്നു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അബ്റാഹിമിന്റെ മകൾ റഹ്മത്ത് എന്നവരാണ് അവരുടെ ഭാര്യ. അപ്പൊ എല്ലാ പരമ്പരയും വളരെ ക്ലിയർ ആണ്. പിതാവ് വഴിയിലൂടെയും മാതാവ് വഴിയിലൂടെയും ഭാര്യ വഴിയിലൂടെ ഒക്കെ ഉള്ളത് എന്താണ്? എല്ലാം പ്രവാചക കുടുംബത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എന്തായി? വലിയ സമ്പത്ത് കൊടുത്തു. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ആടുമാട് ഒട്ടകങ്ങൾ, യഥേഷ്ടം ഒട്ടകങ്ങളും അതുപോലെ തന്നെ 3000 ഒട്ടകങ്ങളും 7000 ആടുകളും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളൊക്കെ അതും. രണ്ടാമതായി ധാരാളം കൃഷിയും ഉണ്ടായ വലിയ സമ്പന്നനായ ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. വകാന ലഹു അഹ്ലുൻ വഔലാദുൻ മിൻ റിജാലിൻ വനിസായിൻ. അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് സന്താനങ്ങളും ഉണ്ടായിരുന്നു. 16, 17 പല അഭിപ്രായങ്ങളുണ്ട്. ഔലാദുൻ അതുപോലെ തന്നെ ഒന്നിലധികം ഭാര്യമാരും ഉണ്ടായിരുന്നു. മിൻ റിജാലിൻ വനിസായിൻ അതുപോലെ തന്നെ മക്കളിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും വലിയ സമ്പത്തിന്റെ ഉടമയായിട്ടും അതുപോലെ തന്നെ വലിയ ഫാമിലിയായിട്ടും ഭാര്യയും സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ടും വകാന ശാകിറൻ ലി അൻഉമി റബ്ബിഹി, തന്റെ രക്ഷിതാവ് തന്ന നിഅമത്തിനൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്തിരുന്ന, ഇബാദത്തിൽ യാതൊരു മുടക്കും വരുത്താത്ത പ്രവാചകനായിരുന്നു മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. വജഅലഹു അല്ലാഹു നബിയ്യൻ മൗതിനുൽ ബസ്നത, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബസ്നത്ത് എന്ന പ്രദേശത്തേക്ക് പ്രവാചകനായി നബിയായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടു. വകാന അഅബദൻ നാസി വഅത്ഖാഹും ഫിൽ അർളി, അദ്ദേഹം അന്നത്തെ കാലത്ത് ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യനും ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന മനുഷ്യനുമായിരുന്നു. എന്തിനധികം മലക്കുകൾ പോലും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് മലക്കുകൾ വരെ പുകഴ്ത്തി പറയുന്ന രൂപത്തിലുള്ള അന്നത്തെ കാലത്തിൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ തഖ്വയുള്ളവരും ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ഒരു പ്രവാചകൻ കൂടിയായിരുന്നു മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പം അദ്ദേഹത്തിന് തടിക്കും ശാരീരികമായി നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യമാനും ഭാര്യമാരും മക്കളും എല്ലാവിധ സമ്പത്തും എല്ലാം നൽകി. എന്നാൽ അതിനൊക്കെ ശുക്റായിക്കൊണ്ട് നന്ദിയായിട്ട് ഇബാദത്തിൽ നിന്ന് യാതൊരു കുറവും വരുത്തിയില്ല. ഇനി അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അവരെ പരീക്ഷിച്ചു. ആദ്യമായി സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ സമ്പത്ത് മുഴുവനും നശിച്ചു പോയി.
അതായത് ആടുമാട് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ എന്തായി ചത്തൊടങ്ങിപ്പോയി. മറ്റു ഗോതമ്പിന്റെയും അതുപോലെ തന്നെ ഷൈന്റെയും നിരവധി കൃഷികൾ ഉണ്ടായിരുന്നു. ആ കൃഷിയുമെല്ലാം എന്തായി, എല്ലാം നശിച്ചുപോയി. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നു. അതിന്റെയൊക്കെ പുറമേലായിക്കൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഉണ്ടായി ശാരീരികമായി വലിയ രോഗത്തിന് വിധേയമായി. അദ്ദേഹം രോഗിയായി മാറി. ഹസീരൻ മെലിഞ്ഞൊട്ടിയ ശരീരമായി. ലഈഫൻ അങ്ങേയറ്റത്ത അപരനുമായി മാറി. ലഈഫായി മാറി. ഒറ്റ അവശനായി അല്ലാഹു പരീക്ഷിക്കപ്പെടുകയാണ്. മക്കൾ മുഴുവനും മരണപ്പെട്ടു പോയി, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പുറമെ ശാരീരികമായി വലിയ പ്രയാസത്തിൽ മഹാരോഗം പിടിപെട്ടു. അതിങ്ങനെ വലിയ രോഗിയായി മാറി. അങ്ങനെ ശരീരമൊക്കെ മെലിഞ്ഞൊട്ടി. അതുപോലെ തന്നെ വളരെ അശക്തനായി കൊണ്ട് മാറി. ഒന്നിനും കഴിയാത്ത ഒരാളായി മാറി. പക്ഷേ അദ്ദേഹത്തിന്റെ ഖൽബിൽ ഈമാൻ ഉറച്ചിരുന്നു. അതുപോലെ തന്നെ നാവ് കൊണ്ട് തസ്ബീഹ് ചൊല്ലാൻ, ദിക്ർ ചൊല്ലാൻ നാവിന് ശക്തി ഉണ്ടായിരുന്നു. കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. ബാക്കിയുള്ളത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇബ്ലീസ് ഈ സമയത്ത് മുതലെടുക്കാൻ വേണ്ടി തുടങ്ങി. നബിയെ, നിങ്ങൾ വലിയ പ്രവാചകനൊക്കെ ആയിരുന്നില്ലേ? അങ്ങേയറ്റത്തെ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു, ഗർഭിഷ്ഠനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. ഇങ്ങനൊക്കെ ആയിട്ട് അല്ലാഹു തആല നിങ്ങളെ കാട്ടിലെ നിങ്ങൾക്കൊക്കെ ഈ കോലത്തിലൊക്കെ ആക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വസ്വാസ് കൊടുത്തു. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയൊക്കെ സമ്പൂർണമായ ക്ഷമ കൈകൊണ്ടു. അല്ലാഹു തന്നത് അല്ലാഹു തന്നെ എടുത്തു കളഞ്ഞു. എനിക്ക് എല്ലാം തന്ന സമ്പത്തും ഭാര്യമാരും മക്കളും എല്ലാം തന്നത് അല്ലാഹു ആയിരുന്നു. അത് അല്ലാഹു തന്നെ എടുത്തു കളഞ്ഞു. അതിലെന്ത് പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിനെ അടി ഓടിക്കപ്പെടുകയുണ്ടായി. ഫലം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം സബ്റൻ ജമീല, നല്ല സുന്ദരമായ ക്ഷമ ക്ഷമിച്ചു. എന്ത് പ്രയാസങ്ങൾ വന്നപ്പോഴും നല്ല ക്ഷമ കൈകൊണ്ടുവന്നു. അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, 17-18 വർഷത്തോളം ഇങ്ങനെ രോഗിയായി കിടന്നു. നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി, ഭാര്യമാരെല്ലാം ഒഴിവാക്കി. അവസാനം റഹ്മത്ത് എന്ന് പേരുള്ള, നേരത്തെ നമ്മൾ പറയപ്പെട്ട റഹ്മത്ത് എന്ന ഭാര്യ മാത്രം ശുശ്രൂഷിച്ചു. ആ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി മാറി. സമ്പത്തുള്ളവരെല്ലാ സമയത്തും ഓടി വന്നിരുന്നപ്പോൾ പ്രവാചകന്റെ രോഗിയായപ്പോൾ പിന്നെ ആരുമില്ലാതെയായി, നാട് തന്നെ വിടാനായി. അങ്ങനെ ഒരു മരുഭൂമിയിൽ കഴിഞ്ഞുകൂടി. എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഒഴിവാക്കി, കൈപിടിഞ്ഞു. അവരുടെ ഭാര്യയായ റഹ്മത്ത് എന്ന പേരുള്ളവർ മാത്രമേ ഉള്ളൂ. മറ്റാരും സഹായിയായിട്ടില്ലാതെ വന്നു. وكانت زوجته تخدمه وتقوم بإصلاح شيء. എന്നാൽ അവരുടെ ഭാര്യ റഹ്മത്ത് എന്ന് പറയുന്ന ഈ ഭാര്യ അങ്ങേയറ്റത്തെ ഖിദ്മത്ത് ചെയ്തു, സേവനം ചെയ്തു അവരുടെ നന്മക്ക് വേണ്ടി. എന്താണ് ഇതിനധികം? അവരുടെ ഭാര്യ ജോലിക്ക് പോകും. ജോലിക്ക് പോയിക്കൊണ്ട് എന്തെങ്കിലും കിട്ടിയതിനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭക്ഷണം കൊടുത്തിരുന്നത്. ഇങ്ങനെ ജോലിക്ക് പോവുകയായിരുന്നു. ഒരു ദിവസം ജോലിക്ക് പോയി തിരിച്ചു വന്നാൻ വൈകിയപ്പോൾ ഒരു ദിവസം തിരിച്ചു വരാൻ വൈകിയപ്പോൾ അവിടെ കാരണം പറയുന്നുണ്ട്. ഒന്നാമത് എന്താണ്? ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് തിരിച്ചു വരാൻ വൈകിയത് കൊണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞപ്പോൾ ജോലിയൊന്നും കിട്ടാത്തവർക്ക് കാരണത്താൽ അവരുടെ, അതായത് റഹ്മത്ത് എന്നവർക്ക് നല്ല സൗന്ദര്യമുള്ള, ജമീലത്തായ സൗന്ദര്യമുള്ള മുടി ഉണ്ടായിരുന്നു എന്നാണ്. ആ മുടി വിറ്റുകൊണ്ട് എന്ത് ചെയ്തു? കിട്ടിയ കാശ് കൊണ്ടാണ് ഭക്ഷണം വാങ്ങി വന്നത്. ആ സമയത്ത് എന്തായി? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ ദേഷ്യം പിടിക്കുകയും മാത്രമല്ല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശപഥം ചെയ്തു, എനിക്കെങ്ങാനും ആരോഗ്യം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ
അദ്രിബുഹാ മിഅത ദർബത്തിൻ 100 അടി അടിക്കും എന്ന് പറഞ്ഞു. അത്രയ്ക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെങ്ങാനും എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുകയാണ് എങ്കിൽ ഞാൻ നിന്നെ 100 അടി അടിക്കുമെന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ രോഗിയായിക്കൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ജോലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ജോലി അന്വേഷിച്ചു പോയി വളരെ പ്രയാസം അനുഭവിച്ചു പോയ സമയത്ത് അള്ളാഹുവിനോട് ഇത്രയും കാലമായിട്ട് പോലും ദ്വാരത്തില്ല, അവസാനമായി കൊണ്ട് ഇങ്ങനെ ദ്വാരുന്നു. وأيوب إذ نادى ربه أني مسني الضر. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അന്നി മസ്സനി അദ്ദുർ, റബ്ബേ ഞാൻ ചെറിയ പ്രയാസത്തിലാണ്, എനിക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ, എനിക്ക് നീ കരുണ ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് സൂറത്തുൽ അംബിയായിൽ പറയുന്നു. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഴി നൽകി. ഉർകുദ് ബിരിജിക ഹാദാ മുഗ്തസലും മുഗ്തസലും ബാരിദും വശറാബ്. ഓ നബിയേ, നിങ്ങൾ നിങ്ങളുടെ പാദം കൊണ്ട് ഭൂമിയിൽ അടിക്കുക, ആ സമയത്ത് നല്ല ഉറക് പൊട്ടി വരികയും ആ ഉറക് വെള്ളത്തിൽ നിന്ന് നിങ്ങൾ കുളിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്ന്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചെയ്തു. തന്റെ പാദം അല്പമൊന്ന് ഇളക്കി, അപ്പോൾ ഉറക് വെട്ടി ഒരു തടാകമായി മാറുകയും അതിൽ നിന്ന് കുളിച്ച് പിന്നെ വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് ചെയ്തപ്പോൾ പഴയ രൂപത്തിലായി നല്ല ആരോഗ്യം തിരിച്ചു കിട്ടി, സുന്ദരനും സുമുഖനുമായി മാറി, രോഗങ്ങൾക്ക് ശിഫയായി ഒന്ന് ഫ്രഷായി എന്നാണ്. ഭാര്യ തിരിച്ചു വന്നപ്പോൾ ഭർത്താവിനെ കാണാനില്ല. അപ്പോൾ വളരെ സുന്ദരനായ ഒരു രൂപം അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ചോദിച്ചു. അപ്പൊ എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല, രോഗിയായി അവശനായിരുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞു, കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, മുമ്പ് നിങ്ങളുടെ സൗന്ദര്യമുള്ള കാലത്ത് എങ്ങനത്തെ ആളായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇതേ രൂപത്തിലുള്ള ഒരു സുന്ദരനായ ആളായിരുന്നു എന്നാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അദ്ദേഹത്തിന് സമ്പൂർണമായ ആരോഗ്യം കൊടുക്കുകയും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് അയ്യൂബ് ഞാനാണ് എന്ന് ഭാര്യ റഹ്മത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? വാഗ്ദത്തം, മുമ്പൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, ഏതായാലും എനിക്ക് ആരോഗ്യം കിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ 100 അടിയടിക്കുമെന്നുള്ള ശപഥം ചെയ്ത് പാലിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു മാർഗം കാണിച്ചു കൊടുത്തു. ഫഅമറല്ലാഹു അൻ യഖുദ ഖബ്ദതൻ മിൻ ഹശീശിൻ വയദ്രിബഹാ ബിഹാ ദർബൻ. അല്ല നബിയെ, നിങ്ങൾക്ക് മാത്രം നിങ്ങൾ ചെയ്ത ശപഥം പാലിക്കാൻ വേണ്ടി 100 ഇലകൾ, 100 അതായത് പുല്ലിന്റെ കെട്ട്, 100 എണ്ണമുള്ളതായ പുല്ലിന്റെ കെട്ട് കൊണ്ട് ഒറ്റ അടി കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളുടെ ആ ശപഥം പൂർണ്ണമായി, ആ ശപഥം ചെയ്തത്, നിങ്ങൾ ഹലഫ് ചെയ്തത്, സത്യം ചെയ്തത് നിങ്ങൾ അങ്ങനെ പൂർത്തീകരിക്കുക. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആ ശപഥം പാലിക്കുക. നിങ്ങൾക്ക് പുല്ലിന്റെ 100 എണ്ണമുള്ള പുൽക്കെട്ട് കൊണ്ട് ഒരു അടി കൊടുത്തപ്പോൾ 100 അടിയായി സംഭവം, എന്നാൽ വേദനൊന്നും മാറുകയും ചെയ്തില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവർക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പല രൂപത്തിലുള്ള മുമ്പുള്ളതായ അതേ രൂപത്തിൽ ഫഅല ദാലിക ഫഅല സിഹത്തുഹു വ ഖുവ്വതുഹു വ ദഹബ മർദഹു വ ഔഹല്ലാഹു ഔലാദഹുൽ മൗതാൻ. പൂർവികനായ പഴയ രൂപത്തിലുള്ളതായ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം കൊടുത്തു. മരണപ്പെട്ടു പോയ മക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചു. അതുപോലെ തന്നെ വറസതഹും മിസ്ലഹും മിൻ സൗജതിഹി വസീന ഫീ ശബാബിഹ, പഴയ യുവത്വം തിരിച്ചു കിട്ടുകയും സമ്പത്തും ഇങ്ങനെ വാരിക്കോരി കൊടുത്തു. എങ്ങനെ കൊടുത്തത് പറയുമോ? വകാനഹു അൻദറാനി, അദ്ദേഹത്തിന് 2 മെതിക്കളങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഗോതമ്പും അതുപോലെ തന്നെ ബാക്കിയും മെതിക്കുന്ന സെപ്പറേറ്റ് ആയ 2 മെതിക്കളങ്ങൾ ഉണ്ടായിരുന്നു.
ഒന്ന് ഗോതമ്പത്തിന്റെയും മറ്റൊന്ന് ശഈർ യവത്തിന്റെയും ബാർലിയുടെയും ബലിക്കുന്നതായ രണ്ട് ബലിക്കളങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മേഘങ്ങളെ അയക്കുകയും ഗോതമ്പത്തിന്റെ ബലിക്കളത്തിൽ ധാരാളം സ്വർണങ്ങൾ എന്തായി അതിലേക്ക് ഇങ്ങനെ ചൊരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മറ്റേത് വാർലിയുടെ ബലിക്കളത്തിൽ വെള്ളിയും ചൊരിച്ചു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? വലിയ വീണ്ടും പഴയ സമ്പത്ത് തിരിച്ച് വലിയ സമ്പന്നനായി മാറി. അങ്ങനെ റോം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ രോഗം ശിവയാക്കപ്പെട്ടതിന്റെ ശേഷം ഒരുപാട് കാലം വീണ്ടും ജീവിച്ചുവെന്ന്. അദ്ദേഹം പിന്നീട് വഫാത്തായി. 93 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. ഇവിടെ നമുക്ക് വലിയ ഗുണപാഠമാണുള്ളത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അങ്ങേയറ്റത്തെ ക്ഷമ. ആദ്യം സമ്പത്ത് കൊടുത്തുകൊണ്ടായി അല്ലാഹു പരീക്ഷിക്കപ്പെട്ടു. എല്ലാവിധ സമ്പത്ത് കൊടുത്തപ്പോഴും അതിനൊക്കെ എന്തായി ശുക്റായിക്കൊണ്ട് നന്ദിയായിക്കൊണ്ട് എല്ലാം ധർമ്മത്തിലായും അതോടൊപ്പം തന്നെ ഇബാദത്തിൽ യാതൊരു കുറവും വരുത്തിയില്ല. പിന്നെ എല്ലാം പൊക്കിക്കളഞ്ഞുകൊണ്ട് രോഗിയും അതുപോലെ തന്നെ പരമ ദരിദ്രമായി ദൈഫായ അവസ്ഥ വന്നപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമ്പൂർണമായ ക്ഷമ കൈകൊണ്ടു എന്നാണ്. ക്ഷമയുടെ പര്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവാചകനാണ്. അപ്പൊ നമുക്കും അനുഗ്രഹങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, അതുപോലെ തന്നെ രോഗം കൊണ്ടും പരീക്ഷിക്കും. ഇതിൽ നിന്ന് നമുക്ക് വലിയ ഗുണപാഠം, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ സമ്പൂർണമായ ക്ഷമകൾ കൈകൊള്ളുക. വലിയ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോഴും ഒരിക്കലും തന്നെ അല്ലാഹുവിനെ മറക്കാതെ എല്ലാ നിഅമത്തിനും ശുക്ർ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാൻ, നന്ദി ചെയ്യുവാനുള്ള തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.